നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇളമ്പക്കയുടെ കറിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: തക്കാളി, കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞത്, കുഞ്ഞുള്ളിയാണ്, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് പച്ചമാങ്ങ, പിന്നെ കുറച്ച് ഇളമ്പക്ക. അതിൻ്റെ കുറച്ച് വെള്ളം കൂടി നമ്മൾ ഇതിൽ ചേർക്കും. വെച്ചാൽ ഇളമ്പക്ക നല്ലോണം കഴുകിയിട്ട് പുഴുങ്ങിയെടുത്താൽ അതിൻ്റെ തന്നെ കുറച്ച് വെള്ളം നമ്മൾ ഈ ഇളമ്പക്ക കറിയിൽ ചേർക്കാറുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വടക്കോട്ടിലും ചേർക്കും, തെക്കോട്ട് ചേർക്കുമെന്ന് അറിയില്ല, എന്താണെന്നറിയില്ല. പക്ഷെ നമ്മൾ ചേർക്കാറുണ്ട്. എന്നാലും അതിനൊരു ശരിക്കും ടേസ്റ്റ് കിട്ടുമല്ലോ. അതിന് നമുക്ക് ആദ്യം തക്കാളി, പച്ചമുളക്, ഇഞ്ചി, കുറച്ച് വെള്ളം, പറങ്കിപ്പൊടി, മഞ്ഞൾപ്പൊടി എടുത്തതാണ്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നിത് വേവിച്ചെടുക്കാം. ഇതിന് വേണ്ട അരപ്പ് തേങ്ങയും കുറച്ച് ജീരകവും കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് വെന്ത് വരട്ടെ. ഇപ്പം നമ്മൾ തക്കാളിയും പച്ചമുളകും ഇഞ്ചി ഏകദേശം നല്ലോണം വെന്ത് വന്നു. ഇനി അതൊന്ന് കുറച്ചൊന്ന് ഉടച്ചെടുക്കാം. ഇത് ഉടച്ചെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഈ പച്ചമാങ്ങ, കുഞ്ഞുള്ളി, ഇളമ്പക്കി കുറച്ച് പുഴുങ്ങിയ വെള്ളം കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് അരച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. മാങ്ങ അധികം ഉടയേണ്ട ആവശ്യമില്ല. മാങ്ങ നമുക്കിങ്ങനെ കഷ്ണമായിട്ട് അല്ലെങ്കിൽ ആണ് നല്ലത്. ഒരു 5 മിനിറ്റ് വെന്ത് വരട്ടെ. അതിനുശേഷം എല്ലാം വെന്ത് വന്നു. നമുക്കിതിലേക്ക് ഈ അരപ്പ് കൂടെ ചേർക്കാം. നല്ലോണം തിളച്ച് വരട്ടെ. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. നമുക്കിതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി വറുത്തിടണം. കുറച്ച് കടുക്, കുറച്ച് കടുക്, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, എല്ലാം കൂടെ ഇതിലേക്ക് വറുത്ത് ചേർക്കണം.